സഹോദരങ്ങളെ, നിസ്കരിക്കുന്നത് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സായ സമയത്ത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മനഃപ്പാഠമാക്കുകയും ചെയ്തിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പഠിക്കാൻ പോയ ചരിത്രം നിങ്ങൾ കേട്ട് കാണും. 7 വയസ്സ് മാത്രം. ആ സമയത്ത് രാത്രി ഒരൽപ്പം വെള്ളം കിടക്കുന്ന കട്ടിലിന്റെ ചുവട്ടിൽ വെച്ചു. സുബഹിയായപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ശാഫി ഇമാം രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് കണ്ട ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, ഒരു മുതഅല്ലിം തഹജ്ജുദ് ഉപേക്ഷിക്കുകയോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഗുരുനാഥന്റെ ആ വാക്ക് എന്റെ നെഞ്ചിലേക്ക് തറച്ചുപോയി, അമ്പ് തറച്ചതുപോലെ തറച്ചുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗത്തിന്റെ രാത്രി പോലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, മറ്റുള്ള നിസ്കാരം, ഇതിലൊക്കെ SSF വിദ്യാർത്ഥികളെ നിങ്ങൾ മാതൃകയാവണം. ഞാനും നിങ്ങളും മാതൃകയാവണം. അല്ലാഹുവിന് വഴിപ്പെടണം. നമ്മൾ ചെയ്യാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ഫലപ്രദമാവുകയില്ല. അതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായും മുക്തമാവാതെ തെറ്റ് ചെയ്യരുതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഭയപ്പെടുക, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക.